ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ആണ് ഹിറ്റ് 3. യാ, ഹിറ്റ് 3 സിനിമ കണ്ടുവന്നിരിക്കുക കേട്ടോ. ഇന്ന് 2 സിനിമ കണ്ടത്. ഒന്ന് റെട്രോ, അതിനുശേഷം ഹിറ്റ് 3. യെസ്, നമ്മുടെ നാനി, നാച്ചുറൽ സ്റ്റാർ നാനി അഭിനയിച്ച സിനിമയാണ്. ശ്രീനിധി ഷെട്ടിയാണ് ഇതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് കാമിയോസും ഉണ്ട്. ഗംഭീരം. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ക്യാരക്ടേഴ്സ് വന്നിട്ട് അത് എപ്പോഴൊക്കെ വരുന്നു എന്നുള്ളത് അത് ഭയങ്കര രസമായിരുന്നു. അത് ഏത് സിറ്റുവേഷൻസ് ഭയങ്കരം തന്നെ. അത് അവര് വരേണ്ട സമയത്ത് തന്നെ അപ്പൊ തന്നെ നമുക്ക് തോന്നും ഒരാൾ കൂടെ വേണമല്ലോ എന്ന് കരുതുന്ന സമയത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതെ. ഇനി ഹിറ്റ് 3ലേക്ക് വരാം. എങ്ങനെ ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അഭിപ്രായമാണല്ലോ പറയാറുള്ളത്. തീർച്ചയായിട്ടും നമ്മള് ആര് എന്ത് കരുതുന്നു എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നമുക്ക് തോന്നിയത് ഞങ്ങൾ പറയും. നമ്മള് സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ അഭിപ്രായമല്ല പറയേണ്ടത്, അല്ലാണ്ട് മറ്റൊരാളെ നോക്കിയിട്ടല്ലല്ലോ പറയേണ്ടത്. നമുക്ക് എന്താണോ തോന്നിയത് അത് പറയാം. അത് ചിലപ്പോൾ മറ്റുള്ളവരെ റിവ്യൂസ് ആയിട്ടൊന്നും സാമ്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അതിപ്പോഴും പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അത് തന്നെയല്ല മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസം. അത്ര ചിന്തിച്ചാൽ മതി. ഇനി ഹിറ്റ് 3ലേക്ക് വരാം. സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ഓക്കെ എന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ ശ്രീനിധി ഷെട്ടിയും പിന്നെ നമ്മുടെ നാനിയും തമ്മിലുള്ള സീനുകൾ ആദ്യം കുറച്ച് ക്രിഞ്ച് ഫീൽ ചെയ്തു. പക്ഷെ അത് പിന്നെ നായികയുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്തു. പക്ഷെ അപ്പോഴും നായകന്റെ പക്ഷത്തുനിന്ന് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അത് പിന്നെ ആളുടെ പറഞ്ഞിട്ടേ അല്ല, ആളുടെ ഏജ് കാണിക്കുന്നത് 46-47 വയസ്സാണ്. 44 79 അല്ലേ? 79 ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ 46 വരുന്നത്. അല്ല, 44 കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മാട്രിമോണിയിൽ അതിന്റെ അത് കൊടുക്കുമ്പോൾ 44 കാണിക്കുന്നുണ്ട്. എന്നാ കള്ളത്തരം കേട്ടോ കൂടുതലുള്ള. തന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോ അതിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് 79. കള്ള എന്താണെങ്കിലും ആ ഒരു ആക്രാന്തം നമുക്ക് അവിടെ കാണാനുണ്ടായിരുന്നു. അത് മാത്രമാണ് ഒരു മോശമായിട്ട് ഫീൽ ചെയ്തത്. അതായത് അതിനുള്ള ഒരു ബന്ധമൊന്നും ഫീൽ ചെയ്യാതെ ആൾ കുറച്ച് ആക്രാന്തം കണ്ടു. അതും അങ്ങനത്തെ ഒരു ഓഫീസറുടെ അടുത്ത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വന്നപ്പോൾ മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒരു സംഭവത്തിലും നമുക്ക് അത് പിന്നീട് നായിക വന്നത് ക്ലിയർ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്, ഇന്നതാണ് കാരണം എന്നുള്ളത് ഓക്കെയാണ്. നമുക്ക് ഓക്കെ, അതുകൊണ്ടായിരിക്കും ആളോടുള്ള ഇഷ്ടം കൂടുതൽ തോന്നിയതെന്നൊക്കെ തോന്നിപ്പോവും. എന്തായാലും അതായത് ഹിറ്റ് 1, ഹിറ്റ് 2 ഈ രീതിയിലുള്ള സിനിമയല്ല ഹിറ്റ് 3. ആദ്യമേ പറയാം, ഇത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിന്. ഓക്കെ, പക്കാ കീട്ടിലും വയലൻസ് ഉണ്ട്, നല്ല രീതിയിലുണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് വയലൻസ് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളിത് സിനിമയായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളിത് സിനിമ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഇതിന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. കിഡിലനാണ്, കിഡിലൻ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സിമ്പിൾ ആയിട്ട് ചെയ്തു. ആളുടെ ചില സമയത്ത് ആ ചുരുട്ടൊക്കെ അടിച്ച് നടന്നു വരുന്ന സീനൊക്കെ ആളുടെ ആറ്റിറ്റ്യൂഡും സ്വാഗും സ്റ്റൈലും അറിയോ. പിന്നെ ആ കുതിരപ്പുറത്ത് വരുന്ന സീനുകള് അതൊക്കെ ഭയങ്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത ഒടുക്കത്തെ ലുക്ക ഭയങ്കര രസമായിട്ടാണ്. അത് പിന്നെ അഭിനയിക്കുന്ന എന്തുകൊണ്ടാണ് നാച്ചുറൽ സ്റ്റാർ എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് മൂപ്പര് അഭിനയിക്കാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവും. ഒക്കെ നാച്ചുറൽ തന്നെയാ. അടിപൊളിയായിട്ട് ചെയ്തിട്ടു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ഇതിന്റെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ ഭീകര ശ്രീനിധി ഷെട്ടിന്റെ ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഭീകരമായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആക്ഷൻ സിനിമകളുടെ അങ്ങനത്തെ ഒരു അത് പ്രതീക്ഷ പോകരുത്. അത്രയും പ്രതീക്ഷ പോയിട്ടുണ്ടെങ്കിൽ നിരാശയായിരിക്കും. ഒരു സർട്ടിഫിക്കറ്റ് സിനിമ അതായത് ഈ നായകൻ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് സംഭവ ബഹുലാക്കുന്ന പരിപാടി ഇല്ലേ, അങ്ങനത്തെ രീതി അല്ല. പക്ഷെ അങ്ങനെ വരുന്ന സമയങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഭീകരമായിട്ടുള്ള ഭയങ്കര പീക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ക്ലൈമാക്സ് സാറ്റിസ്ഫാക്ഷൻ. ഈ മറ്റേ പറയാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം, മാർക്കോ കമ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് മൂവി വരുമ്പോൾ കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും മാർക്കോയുമായിട്ട് ഈ സിനിമ കമ്പയർ ചെയ്യരുത്. മാർക്കോ പോലെയല്ല ഈ സിനിമേന്റെ ഇപ്പം ഇതിനകത്ത് വയലൻസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ സിനിമയ്ക്ക് ഏതൊക്കെ സമയത്ത് അത് ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് പോയിട്ടുള്ളത്. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വയലൻസ് കുത്തിക്കയറ്റുന്ന സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ഇല്ലാണ്ട് പോയി കാണാം. പോയി കണ്ടാൽ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശൈലേഷ് കൊലാനോ ആളാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീര ഡയറക്ഷനാണ്, നോ ഡൗട്ട്. ലാസ്റ്റത്തെ കാമിയോ ഇനി വരാനുള്ളത്
വീരപ്പൻ. ഏതാ സാധനല്ലേ വീരപ്പൻ. അടുത്ത ഒരു തമിഴ് തെലുങ്കു രണ്ടും കൂടി അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന സിനിമ ഉണ്ടല്ലോ, ആ ഒരു വകുപ്പാവാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ മനസ്സിലായി കാണും കാമ്യ ആരാണെന്ന്. അല്ല, കാമ്യ ആരാണെന്ന് ഞങ്ങളുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും സ്ഥിരം കാണുന്നവർക്ക് അത് അറിയണം. അതെ, എന്താണെങ്കിലും പടം സൂപ്പറായി, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര. അതായത് ഞാനിന്റെ സിനിമകളുണ്ടല്ലോ, നമുക്ക് ദസറയുടെ നമുക്ക് തൃപ്തി കിട്ടാത്ത സിനിമ, അങ്ങനത്തെ ഒരു സാധനമാണല്ലോ. പക്ഷെ ഇതിൽ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട്, നല്ല അടിപൊളി സംഭവങ്ങൾ, ഭയങ്കര രസമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. എന്തായാലും ഗംഭീര സിനിമയാണ്. ശ്രീനിധി ഷെട്ടി അത്രയും വലിയൊരു സിനിമയിൽ അഭിനയിച്ച താരം. സിനിമകളെ 1-2 സിനിമയല്ല അതിന് ശേഷമുള്ളൂ, ഭയങ്കരം തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ഫൈറ്റ് പ്രതീക്ഷയില്ല, അത് സൂപ്പറായിരുന്നു. പിന്നെ കാമിയോസിന്റെ ഇമ്പാക്ട് ഭീകരം തന്നെയാണ്. അതായത് കാടളകി വന്നതുപോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഇവരുടെയൊക്കെ ഡയലോഗുകള് പല രസങ്ങളാണ്. ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, വിളിച്ചു പറയാ, അല്ല ഒറ്റയ്ക്കാണോ വരുന്നതെന്ന് ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, മനസ്സിലായി. അതിനു മുമ്പ് എന്ത് 1-ലും 2-ലും എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ പറഞ്ഞു പോയില്ല ഞാൻ. ഇല്ല, പിന്നെ അതിപ്പോ എന്താണ്, ഇതിപ്പോ നമ്മളെന്ത് കാത്തു സൂക്ഷിച്ച് വെച്ചോണ്ടിരിക്കുക, ഇതൊക്കെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഇതാരൊക്കെ കാമ്യം എന്നുള്ള കാര്യമൊക്കെ. എന്താണെങ്കിലും അറിയാണ്ട് വന്നു പോയതാണ്, ക്ഷമിക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പൊ ഇതിനകത്ത് കട്ട് ചെയ്ത ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പൊ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. കിഡിലൻ സിനിമയാണ്, പോയി കണ്ടോളാം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്. പക്ഷെ നമ്മുടെ തിയേറ്ററിൽ വന്നപ്പോ തന്നെ ഞാൻ കേറി ഇരുന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, 7 വയസ്സ് 8 വയസ്സുള്ള പിള്ളേരെയും കൊണ്ടൊക്കെ ഓൾറെഡി ഇവര് പിന്നെ എങ്ങനെയാണ് ഈ സിനിമക്കാർ അവരെ ഓൾറെഡി പറയുന്നുണ്ട് 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇത് കാണാൻ പാടുള്ളൂ. അങ്ങനത്തെ സിനിമയ്ക്ക് 7 വയസ്സോ 8 വയസ്സുള്ള ആൾക്കാരെയും കൊണ്ട് വന്ന് കാണുന്ന ആൾക്കാർക്കിട്ടല്ലേ കൊടുക്കേണ്ടത് ആദ്യം. അതായത് തുടരും വലിയ സംഭവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ലാലേട്ടന്റെ സ്ലീപ്പർ സെല്ല് ഇളകിയതാണ്. അതെ, അപ്പൊ എന്തായാലും ടിക്കറ്റ് കിട്ടാത്തവരുണ്ടാവും. അപ്പൊ അതിന് പകരം ഒരിക്കലും നിങ്ങൾ എയർ ടിക്കറ്റ് സിനിമകൾ തിരഞ്ഞെടുക്കരുത്. അത് പിള്ളേരോടാട്ടോ, കുട്ടികളോടാണ് പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഓക്കെ, അത് എടുത്തോളൂ കാണുക, അല്ലാതെ കുട്ടികൾ എടുക്കരുത്. ഞാൻ ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഞാൻ കണ്ടു, ചോദിച്ചു. കാരണം ഇത്തിരി പോണ പിള്ളേരാണ്, അതും അങ്ങനത്തെ പിള്ളേരോട് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഇവരെന്തിനാണ് ഈ ഒരു, എങ്കിലും അവര് വൃത്തിയുടെ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു സത്യം. ചിലതുണ്ടല്ലോ, അതായത് വയലൻസിന്റെ ചില സാധനങ്ങൾ അതുപോലെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ചിലത് വൃത്തികേടായി ഫീൽ ചെയ്യും. അത് കാണിക്കാതെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പീക്ക് കാണിച്ചിട്ടുണ്ട്, ഭിത്തിയിലേക്കൊക്കെ മുകളിൽ ഇങ്ങനെ നോക്കിയാൽ മതി. അതിന് എന്താണ് അവിടെ സംഭവിച്ചത് അറിയണമെങ്കിൽ താഴേക്ക് വരുമ്പോ കംപ്ലീറ്റ് ചെയ്ത് കാണാത്ത രീതിയിൽ അതൊക്കെ അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അത് തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വൊമിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അത് ലേഡീസ് ഒക്കെ കയറിയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. അതാണ് പ്രത്യേകം പറയാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോയി ഇങ്ങനത്തെ സിനിമകൾ കാണിക്കരുത്. ദയവ് ചെയ്തത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയാനേ പറ്റുള്ളൂ. പല കാര്യങ്ങളിലും അങ്ങനത്തെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു പോകണം. കാരണം അതിനാണല്ലോ എ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ബോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കളിക്കുന്ന ബോളാണെന്ന് കരുതരുത്, അല്ല കളിക്കുന്ന ബോൾ തന്നെയാണ്. അത് ഈ റിവ്യൂ ആയി പോയല്ലോ വട്ടി. കൈക്കും പണിയില്ല, കൈക്ക് പണി ഉണ്ടാക്കി കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞില്ലേ. ശരി എന്നാ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.